പ്രേംലാൽ, ഈ അഹമ്മദാബാദിലെ വിമാന അപകടം അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സീനുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരിക്കലും ആ ഓർമ്മ നമുക്ക് പോയിട്ടില്ല. 1 വർഷം ആകാറാകുന്നു. അതെ, 1 വർഷമായി. അതെ. അപ്പോൾ ആ വിമാനം, ആ ദുരന്തം ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് വിമാന അപകടം ഉണ്ടായത്, ആ അപകടത്തിന്റെ കാരണം എന്താണ്, അതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ആ റിപ്പോർട്ട് പുറത്തു വരാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ചേട്ടാ, ഇതിൽ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു 15 പേജ് അടങ്ങിയ റിപ്പോർട്ട് നമ്മുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB ഇന്ത്യൻ ഏജൻസിയാണ്. അവർ ഒരു 15 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പല നിഗമനങ്ങളിലും എത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പല സംഗതികളും അതിലുണ്ട്. ആ യുക്തിക്ക് നിരക്കാത്ത സംഗതികൾക്കപ്പുറം ഈ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ 1 വർഷം പൂർത്തിയാകുമ്പോൾ എന്താണ് ഇതിൻ്റെ അണിയറയിൽ നടന്നത്, എവിടെയൊക്കെയാണ് ഈ നൂലാമാലകൾ കിടക്കുന്നത് സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ 12-ാം തീയതി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നമ്മുടെ ലണ്ടനിലേക്ക് പോയി ഏതാണ്ട് 9.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്ര. അപ്പോൾ അത്രയും ദീർഘദൂരം യാത്ര ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടത്. അതെ, പരമാവധി ഇന്ധനവും സംഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അപകടത്തിന്റെ വ്യാപ്തി അത്രക്ക് വലുതാണ്. അപ്പോൾ ആ വിമാനത്തിൽ 230 യാത്രക്കാര്, 12 ജീവനക്കാര്, മൊത്തം 242 പേര്. അതിൽ ഒരാൾ മാത്രം, അദ്ദേഹത്തിന്റെ പേര് വിശ്വാസ് കുമാർ. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായ, ഇന്ത്യൻ സ്വദേശിയായ, എന്നാൽ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഒരാൾ. അയാളുടെ ബന്ധുക്കളൊക്കെ മരിച്ചുപോയി. ഇയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പം ഇത് കൂടാതെ ഇത് വിമാനം ചെന്ന് തകർന്ന് വീഴുന്നത് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലാണ്. അപ്പം അവിടെ ഉള്ളൊരു 19 പേരും മരിച്ചു. അങ്ങനെ മൊത്തം ഏതാണ്ട് 260 പേര്. ഉയർന്ന വിമാനമാണ്, ഉയരാൻ കഴിയാതെ താഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് പ്രാഥമികമായി നമ്മുടെ മുമ്പിൽ വന്ന തെളിവുകൾ CCTV ഫുട്ടേജാണ്. ആ CCTV ഫുട്ടേജിൽ ഈ വിമാനം, പറന്നുയർന്ന വിമാനം വീണ്ടും ഉയരാനാകാതെ ഒരു താഴ്ന്നിറങ്ങി ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുന്ന ദൃശ്യമാണ് പുറത്തേക്ക് വന്നത്. അതുകൂടാതെ ഈ വിമാനത്തിൻ്റെ റാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ മുഴുവൻ പേര് റാം എയർ ടർബൈൻ എന്നാണ്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഈ എൻജിൻ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അതിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം നിന്നുപോകും. അപ്പോൾ അടിയന്തരമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ടർബൈനാണ് ഈ റാറ്റ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ഈ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ ഈ റാറ്റ് പ്രവർത്തിക്കുന്ന ദൃശ്യവും ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി വന്ന അന്വേഷണം എൻജിൻ ഫെയിലിയർ, എൻജിൻ തകരാറിലായി, അതുകൊണ്ട് ഈ വിമാനം പൊങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഈ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചില ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. അതിൽ ഈ വിമാനത്തിൽ നിന്ന് ശേഖരിച്ച ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയും. അതായത് വിമാനത്തിൽ പൈലറ്റുമാർ സംസാരിക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിലൂടെ രേഖപ്പെടും. നമ്മുടെ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയും. മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിന്റെ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന് പറയുന്ന, അയാൾക്ക് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് സഹ പൈലറ്റായ ക്ലൈവ് കുന്ദർ, ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ശബ്ദം അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇത് ഓഫ് ചെയ്തത്? അപ്പോ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് സൂചിപ്പിക്കുന്നത് ഈ വിമാനത്തിന്റെ ഫ്യൂവൽ ഗേജ് ഇതുണ്ടല്ലോ, ഇന്ധന വിതരണ സംവിധാനം ഓൺ ഓഫ് ആക്കുന്ന പരിപാടിയുണ്ട്. അതായത് ടേക്ക് ഓഫ് സമയത്ത് അത് ഓൺ ആയിരിക്കണം, ഇറങ്ങുന്ന സമയത്ത് അത് ലാൻഡ് ചെയ്തതിന് ശേഷം അത് ഓഫ് ആകും. അപ്പൊ ഈ പറന്നുയർന്നതിന് ശേഷം ഇതെങ്ങനെയോ ഇത് ഓൺ ആയിരുന്നത് ഓഫ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണിത് ചെയ്തത് എന്നത് സംബന്ധിച്ച് രണ്ടുപേരും സംസാരിക്കുന്ന, അപ്പോൾ ഒരാളത് ചോദിക്കുന്നു, മറ്റൊരാൾ നിഷേധിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അമേരിക്കയിലെ, അതായത് ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് ഏത് രാജ്യത്താണോ അപകടം ഉണ്ടായത് ആ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും ഈ വിമാനം നിർമ്മിച്ച രാജ്യം ഏതാണോ അവിടെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ ഇതുമായിട്ട് സഹകരിക്കണമെന്നുള്ളതാണ് നിലവിലെ ചട്ടം. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ രാജ്യത്തെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIBയും അമേരിക്കയിലെ കാര്യം, ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്ന ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്.
ഇതിന്റെ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് GE എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അവരൊരു വിദഗ്ധ സംഘത്തെ അയച്ചു. ആ വിദഗ്ധ സംഘത്തില് ഈ ബോയിങ്ങിലെ ആൾക്കാരുമുണ്ട്, GE എന്ന് പറയുന്ന എഞ്ചിൻ നിർമ്മാതാക്കളുടെ പ്രതിനിധികളുമുണ്ട്, കൂടാതെ അവിടുത്തെ വിമാന അപകടങ്ങളുമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ വിദഗ്ധരുമുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ അന്വേഷണത്തിൽ സഹകരിച്ചത്. അപ്പൊ അവരുടെ പ്രാഥമിക റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഈ വിദഗ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കയിലെ തന്നെ ഒരു മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ അവരൊരു നിഗമനത്തിലേക്ക് എത്തി. ഈ വിമാനം തകർത്തത് ഇതിന്റെ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണ് എന്ന രീതിയിൽ. കാര്യം അയാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ചോദ്യം ചെയ്തത്, നിങ്ങൾ എന്തിനാണ് ഇത് ഓഫ് ചെയ്തതെന്ന് ചോദ്യം ചെയ്തത് സഹ പൈലറ്റാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഇതിങ്ങനെ ചെയ്തു. തൊട്ടു പിന്നാലെ പല വ്യാഖ്യാനങ്ങളും വന്നു. കാര്യം ഇദ്ദേഹം ഒരു എന്താ പറയുക, വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ഇയാൾക്ക് പ്രായാധിക്യമുള്ള ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വന്നു. ഏതായാലും ഇയാൾ ജീവിതത്തിൽ വലിയ ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ഒരാളാണ്. അടുത്ത് തന്നെ റിട്ടയർമെന്റ് ആകാനിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇയാൾ ജീവിതത്തിൽ വലിയ നിരാശ കൊണ്ട് ഇയാൾ സ്വയം മരിക്കുകയും അതോടൊപ്പം ഇത്രയും പേരുടെ ജീവനും കൂടി കൂടെ കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിൽ ഇയാൾ എത്തി എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനവുമായിട്ട് വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതോടെ പുകിലായി. എന്നാൽ നിലവിലെ നിയമം അനുസരിച്ച് നമ്മൾ ഈ വിമാന അപകടത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായാൽ ആ അന്വേഷണത്തിന്റെ ഉദ്ദേശം ഈ വിമാനത്തിന്റെ ആരാണ് വീഴ്ച, എന്ത് കാരണത്താലാണ് ഇതൊന്നും കണ്ടുപിടിക്കലല്ല ഇവരുടെ പ്രധാന ഉദ്ദേശം ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഇനി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ സബ്സിഡിയറി ആയിട്ടാണ് ഈ അപകട കാരണത്തെക്കുറിച്ചുള്ള നിഗമനങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇത് ഈ അമേരിക്കൻ കമ്പനികൾ അവരുടെ താല്പര്യാർത്ഥം ഈ വിമാനം അപകടം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന രീതിയിൽ. പക്ഷെ ഇവിടെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള ചില വിദഗ്ധർ, പ്രത്യേകിച്ച് ഈ പൈലറ്റുമാരുടെ അസോസിയേഷൻ അടക്കമുള്ളവര് ഇതിനെതിരെ നിലപാടെടുക്കുന്നത് ഇതൊരു സാങ്കേതിക തകരാറാണ് വിമാന അപകടത്തിന്റെ കാരണം. കാര്യം ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് നേരത്തെ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതും അത് പരിഹരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നതുമാണ്. അപ്പോൾ ഈ ഫ്യൂവൽ സ്വിച്ച് ഉണ്ടല്ലോ, അത് മനുഷ്യനിയന്ത്രിതമല്ലാതെ തന്നെത്താനെ അത് തന്നെ സ്വാഭാവികമായി ഈ രീതിയിൽ പ്രതികരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഇത് കുറച്ചുകൂടി ഗൗരവതരമായ ഒരു സംഗതിയുണ്ട്. ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങളാണ്. അപ്പൊ ഇത് കുറെയൊക്കെ സെൻസറുകൾ ഇതിനുണ്ട്. അപ്പൊ ഇതിൽ വന്ന എന്തെങ്കിലും ഒരു പാളിച്ചയാകാം. അപ്പോ ഒരു അനുമാനം ഇപ്പോ വരുന്നത് ഈ വിമാനം പറന്നുയർന്നപ്പോഴും ഇതിന്റെ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം ഒന്ന് പോസായിട്ടുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് ഇത് പറന്നുയർന്നു എന്നുള്ളത് സെൻസ് ചെയ്യാതെ ഈ വിമാനം ഇപ്പോഴും അവിടെ നിലത്ത് കിടക്കുകയാണെന്ന്, അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ. അപ്പൊ ഇത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഈ സിസ്റ്റം, ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ. അപ്പൊ അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ഈ വിമാനത്തിന്റെ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ഈ വിമാനം ഇപ്പോൾ നിലത്താണ്. ആ നിലത്ത് കിടക്കുന്ന വിമാനത്തിന്റെ എഞ്ചിൻ പരമാവധി ത്രസ്റ്റ് എന്ന് പറയും, അതായത് മുമ്പോട്ടുള്ള തള്ള, അത് ഉത്പാദിപ്പിക്കേണ്ട യാതൊരു കാര്യവും. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടാകാം, വിമാന എഞ്ചിൻ എത്രയും പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുക, അങ്ങനെ അത് പ്രവർത്തനം നിലച്ചതാകാം എന്ന തരത്തിൽ വ്യാഖ്യാനം വരുന്നു. അതിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതില് ഈ റാറ്റ് എന്ന് പറയുന്ന സംവിധാനം, അതായത് ഈ അടിയന്തര ഘട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ടർബൈൻ സംവിധാനം, അത് പ്രവർത്തിച്ചതും വളരെ നിർണായകമായ സംഗതിയാണ്. എന്തുകൊണ്ടത് അങ്ങനെ വന്നു? പിന്നെ മറ്റൊരു സാധ്യതയും പറയുന്നത്, ഈ റാറ്റ് എന്ന് പറയുന്നത് പൂർണ്ണ സജ്ജമാകണമെങ്കിൽ അതൊരിക്കലും ഒരു ഉയരുന്ന ഘട്ടത്തിൽ നടപടിയാവൂല. കാര്യം അതിന് കുറഞ്ഞതൊരു 18 സെക്കൻഡ് സമയമെങ്കിലും വേണം. അപ്പോഴേ അത് ആ റാറ്റ് പൂർണ്ണ പ്രവർത്തന സജ്ജമായി ഈ വിമാനത്തും ആ താൽക്കാലികമായിട്ടുള്ള അടിയന്തര വൈദ്യുതി സംവിധാനം വെച്ച് നിയന്ത്രണം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആകാശത്തിൽ നിൽക്കുന്ന ഒരു വിമാനത്തിന് ആ സമയം ധാരാളമാണ്. കാരണം അത് താഴേക്ക് വരാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിൽ പോലും ഇവർക്ക് ഈ റാറ്റ് സംവിധാനത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് അടിയന്തര സന്ദേശങ്ങൾ കൈമാറും. ഒരു പക്ഷേ ആ വിമാനം വീണ്ടെടുക്കാനും ഒക്കെ സാധിച്ചേക്കാം. പക്ഷെ ഇവിടെ പറന്നുയർന്ന ഏതാണ്ട്
30 സെക്കൻഡിൽ താഴെ ആ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ റാറ്റ് അതിനു മുമ്പേ വിമാനം പറന്നു പൊങ്ങുന്നതിന് മുമ്പേ തന്നെ ഇത് എങ്ങനെ പ്രവർത്തിച്ചു? മനസ്സിലായി. കാര്യം ഈ പൈലറ്റുമാർക്ക് ചിന്തിക്കാനുള്ളൊരു സമയമെങ്കിലും വേണമല്ലോ. അപ്പൊ ഇത്തരത്തിൽ കുറെ ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള അവ്യക്തതകളുണ്ട്. പക്ഷെ ഗുരുതരമായ പ്രശ്നം ഇതിൽ ബോയിങ്ങിന് കൃത്യമായ സ്ഥാപിത താല്പര്യമുണ്ട്. കാര്യം ഈ ഡ്രീം ലൈൻ 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടേക്കുന്നത്. അത് ബോയിങ്ങിന്റെ ഏറ്റവും അവരുടെ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സുരക്ഷാ പാളിച്ച ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ആഘാതമുണ്ട്. അപ്പൊ അതെ, അപ്പൊ അത് പരമാവധി മറച്ചു വെക്കാൻ വേണ്ടി ഈ അപരാധം മുഴുവൻ ഒരു പൈലറ്റിന്റെ മണ്ടയ്ക്ക് വെക്കുക. വിമാനത്തിനുണ്ടായ വിഷയം. അതെ, ഈ വ്യോമയാന രംഗത്ത് വളരെ എന്താ പറയുക ദുഷ്കീർത്തിയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ ചില എന്താ പറയുക മോശമായിട്ട് അറിയപ്പെടുന്ന ദുഷ്പ്രചരണം ഒരു 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 വാക്കുണ്ട്, ഒരു പഴഞ്ചൊല്ല് പോലൊരു സംഗതിയുണ്ട്. ഒരു വിമാന അപകടം ഉണ്ടായാൽ ആ പൈലറ്റ് മരിച്ചാൽ ഈ അപരാധം മുഴുവൻ അയാളുടെ തലയ്ക്ക് കെട്ടിവെക്കുക. കാരണം പിന്നെ അത് വാദിക്കാനോ ജയിക്കാനോ പറ്റുകയില്ല. എങ്ങാനും അയാളുടെ ഭാഗ്യവശാൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ മേൽ കുറ്റം ചുമത്തുക, അയാളെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യുക എന്നുള്ളതാണ് ഒരു പരമ്പരാഗത രീതി. അതെ, ഇത് ഇപ്പൊ ഇവരുടെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ശരി, അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണോ ശരി, അവർക്കിപ്പോ സൗകര്യപൂർവ്വം ഈ പൈലറ്റുമാരുടെ തലയിൽ ഇത് കെട്ടിവെക്കാം. കാര്യം രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അവരിപ്പോഴും ഇല്ല. ഏതായാലും അതെ, ഏതായാലും ഈ സംഭവം നടന്നിട്ട് 1 വർഷമായി. അതിനുശേഷം ഇതുവരെ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവ സ്വഭാവമുള്ളതാണ്. അതെ, വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവ സ്വഭാവമുള്ളതാണ്. മുമ്പ് നമ്മുടെ ഒരു മലേഷ്യൻ വിമാനം പോയിട്ട് കടലിൽ തകർന്ന് വീണെന്നോ അത് ഇവിടുന്ന് ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായോ ആ വിമാനത്തിന് ദുരൂഹതകൾ ഏറെയുണ്ട്. അതേപോലെ അത് ആ വിമാനം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് സംഭവം, ഇത് നമ്മുടെ കൺമുമ്പിൽ നടന്നൊരു സംഭവം. ഇത്രയും സാധ്യതകൾ ഇതിന്റെ മുമ്പിലുണ്ട്. എന്നിട്ടും ഇതുവരെയും 1 വർഷമായിട്ടും പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്.